ദയയുള്ള രാജകുമാരി. ഒരു കാലത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ ലീന എന്ന പേരുള്ള ഒരു പാവം പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ വളരെ അധികം ദാരിദ്ര്യത്തിലായിരുന്നു. അവൾക്ക് ഉടുക്കാൻ പഴകിയതും കീറിയതുമായ ഉടുപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ കഷ്ടപ്പാടുകൾ അവൾ ആരെയും അറിയിച്ചിരുന്നില്ല. അവൾ മാർക്കറ്റിൽ പഴങ്ങൾ വിറ്റായിരുന്നു ജീവിച്ചിരുന്നത്. അതിനാൽ തന്നെ അവളെ എല്ലാവരും കളിയാക്കുകയും ചെയ്തിരുന്നു. എന്നത്തെയും പോലെ ഒരു ദിവസം രാവിലെ ലീന പഴങ്ങൾ വിൽക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോയപ്പോൾ ഒരു കൂട്ടം പണക്കാരായ പെൺകുട്ടികൾ അവളുടെ അടുത്ത് കൂടെ കടന്നുപോയി. അവർ ലീനയെ കളിയാക്കും വിധം അവൾ കേൾക്കെ പറഞ്ഞു, നോക്ക്, ഈ ഗ്രാമത്തിലുള്ള എല്ലാ പെൺകുട്ടികളെയും ഇന്ന് പ്രിൻസ് ലിയോണിന്റെ ജന്മദിനത്തിനായി രാജാവ് ക്ഷണിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഗ്രാമത്തിൽ നിന്നും ആ വിരുന്നിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരേയൊരാൾ അത് ലീന ആയിരിക്കുമല്ലേ? ഓ, എനിക്ക് വളരെ അധികം സങ്കടം തോന്നുക. അല്ലെങ്കിലേ ഒരു പഴം വിൽപ്പനക്കാരിയ രാജാവിന്റെ പ്രജകൾ കൊട്ടാരത്തിന്റെ അകത്തേക്ക് എങ്ങനെയാ കയറ്റിവിടുക? അത് കൊട്ടാരത്തിലുള്ളവർക്ക് നാണക്കേടല്ലേ? ലീനയുടെ കണ്ണുകൾ നിറഞ്ഞു. കൊട്ടാരത്തിൽ പോകാൻ പറ്റാത്തതുകൊണ്ടല്ല, അവൾക്കനുഭവിക്കേണ്ടിവന്ന കളിയാക്കലുകളും കുറ്റപ്പെടുത്തലും ആലോചിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ പഴങ്ങൾ നിറഞ്ഞ കൊട്ടയും കൊണ്ട് ആരുമില്ലാത്ത ഇരുണ്ട കാട്ടിലൂടെ നടന്നു നീങ്ങി. അവൾ ഒരു പാട് നടന്നെത്തിയപ്പോഴാണ് അവൾക്ക് വഴിതെറ്റിപ്പോയ കാര്യം അവളറിഞ്ഞത്. പെട്ടെന്ന് ഇരുട്ടിൽ നിന്നും ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. അത് ഒരു സ്ത്രീയായിരുന്നു. അവർ അവളോട് ചോദിച്ചു, എന്തു പറ്റി മോളെ? മോളെന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ലീന അവളുടെ പ്രശ്നങ്ങളെല്ലാം അവരോട് പറഞ്ഞു. ലീനയുടെ പ്രശ്നങ്ങളെല്ലാം കേട്ടതിനു ശേഷം ആ സ്ത്രീ അവളോട് ചോദിച്ചു, എനിക്ക് വിശക്കുന്നുണ്ട്. നീ എനിക്ക് നിന്റെ പഴക്കൊട്ടയിൽ നിന്നും കുറച്ചു പഴങ്ങൾ എനിക്കായി തരാമോ? പകരം തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. ലീന ചിരിച്ചുകൊണ്ട് അവർക്ക് പഴങ്ങൾ നൽകുകയും തിരിച്ചൊന്നും വേണ്ട എന്നും അവരോടായി പറഞ്ഞു. ആ സ്ത്രീ അവളുടെ തലയിൽ തൊട്ട് അവളെ അനുഗ്രഹിച്ചു. പെട്ടെന്ന് അവളെ ചുറ്റും സ്വർണ്ണ നിറങ്ങളാൽ തിളങ്ങി. അവളുടെ പഴയ ഡ്രസ്സെല്ലാം പുതിയതും ആ ഗ്രാമത്തിലുള്ള ആരുടെ അടുത്തുമില്ലാത്തതുമായ ഒരു ഭംഗിയുള്ള വസ്ത്രമായി മാറി. അവൾ തൊട്ടടുത്തുള്ള ഒരു പുഴയിൽ അവളുടെ രൂപം കണ്ട് അമ്പരന്ന് നിന്നു. അപ്പോഴാണ് അതിലൂടെ രാജകീയമായ ഒരു വാഹനം പോകുന്നത് അവൾ കണ്ടത്. ആ വാഹനം അവളുടെ അടുത്ത് നിർത്തി. അതിൽ നിന്നും ഒരു യുവാവ് പുറത്തേക്ക് വന്നു. ആ യുവാവ് മാറ്റാരുമായിരുന്നില്ല, ആ രാജ്യത്തിന്റെ തന്നെ രാജകുമാരനായ ലിയോൺ ആയിരുന്നു. രാജകുമാരൻ അവളോട് ചോദിച്ചു, നിന്റെ പേരെന്താ? നീ ഈ കാട്ടിൽ ഒറ്റയ്ക്ക് എന്തെടുക്കുക? നീ വഴി തെറ്റി വന്നതാണോ? അപ്പോൾ ലീന പറഞ്ഞു, എന്റെ പേര് ലീന. ഞാൻ ഈ കാട്ടിൽ വഴി തെറ്റിയെത്തിയതാണ്. എനിക്ക് തിരിച്ചു പോകാനുള്ള വഴി അറിയില്ല. രാജകുമാരൻ അവളോട് പറഞ്ഞു, എന്റെ കൂടെ പോന്നോളൂ. ഇന്നെന്നെ പിറന്നാളാണ്. നിങ്ങൾ കൊട്ടാരത്തിലോട്ടല്ലേ പോകുന്നത്? ഞാനും അങ്ങോട്ട് തന്നെയാണ്. അങ്ങനെ ലീന രാജകുമാരന്റെ കൂടെ കൊട്ടാരത്തിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ രാജകുമാരൻ ലീനയെയും കൊണ്ട് വാഹനത്തിൽ നിന്നും ഇറങ്ങുന്നത് കണ്ട് അവളെ നോക്കി കളിയാക്കിയവരെല്ലാം അവളുടെ സൗന്ദര്യം കണ്ട് അമ്പരന്ന് നിന്നു. അവർക്കെല്ലാവർക്കും മനസ്സിലായി, ലീന വൈകാതെ തന്നെ പ്രിൻസ് ലിയോണിന്റെ പ്രിൻസസ് ആകുമെന്നുള്ളത്. അവളെ കളിയാക്കിയവരെല്ലാം അവളെ കാണുമ്പോൾ കുശുമ്പോടെയും ബഹുമാനത്തോടെയും അവളുടെ മുന്നിൽ തലകുനിച്ചു നിന്നു. എന്നാൽ ലീന പ്രിൻസസ് ആകുന്നതിലുള്ള അഹങ്കാരമൊന്നും കാണിച്ചില്ല. അവൾ എല്ലാവരോടും ദയയോടെ പെരുമാറി. ദൈവം എപ്പോഴും നന്മയുള്ള മനസ്സുള്ളവർക്ക് നല്ലതേ വരുത്തൂ. അത് അവർ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും.